മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും പൗരസ്ത്യ തിരുസംഘവും സുറിയാനി കത്തോലിക്ക സഭയെന്ന സീറോ മലബാർ സഭയുടെ മെത്രാൻസിനിടം തീരുമാനിച്ച് അംഗീകരിച്ച ഏകീകൃത കുർബാന ഇടവകകളിൽ അനുവദിച്ചു കിട്ടാത്തതിൽ സഭാ ആസ്ഥാനത്ത് പ്രതിഷേധിച്ച സഭാസ്നേഹികൾക്കെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവിറക്കിയ മെത്രാപ്പോലിത്തൻ വികാരി ജോസഫ് പാംബ്ലാനിയുടെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്ന വിസ്മയകരമായ ഒരു വീഡിയോ ക്ലിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. സഭയ്ക്ക് വേണ്ടി കരയാൻ കണ്ണുനീരുണ്ടാകണം, സഭയ്ക്ക് വേണ്ടി ചിന്താൻ രക്തമുണ്ടാകണം, സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ശബ്ദമുണ്ടാകണം, സഭയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാനുള്ള ആർജവത്വം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നാം ഈ തിരുസഭയെ പ്രത്യാശയുടെ സങ്കേതമായി മനസ്സിലാക്കുന്നത്. തള്ളു മുഴുവൻ കേട്ടല്ലോ. സഭയ്ക്ക് വേണ്ടി കരയാൻ കണ്ണുനീരുണ്ടാകണം, സഭയ്ക്ക് വേണ്ടി ചിന്താൻ രക്തമുണ്ടാകണം, സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ശബ്ദമുണ്ടാകണം, സഭയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാനുള്ള ആർജവത്വം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നാം ഈ തിരുസഭയെ പ്രത്യാശയുടെ സങ്കേതമായി മനസ്സിലാക്കുന്നത്. ഏകീകൃത കുർബാന നടപ്പിലാക്കാതിരിക്കാനുള്ള സമവായ മെത്രാന്റെ വാക്കുകളാണ് കേട്ടത്. വിശ്വാസികൾക്ക് അവകാശപ്പെട്ട സഭ അനുവദിച്ച വിശുദ്ധ കുർബാന നിഷേധിക്കുകയും ഒപ്പം സഭാവിരോധികളായ വൈദികരെ ചേർത്ത് പിടിക്കുകയും അൽമായ മുന്നേറ്റക്കാരെ പിതൃവാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന മെത്രാപ്പോലിത്തൻ വികാരി സഭയുടെ കൂടെ നിൽക്കുന്നവരുടെ വികാരം മനസ്സിലാക്കാത്തതിൽ ഞങ്ങൾ സത്യവിശ്വാസികൾക്ക് വിസ്മയം തോന്നുന്നു. ഇതിനെ അവസരവാദിയെന്നും അടവ് നയമെന്നും ഇരട്ടത്താപ്പെന്നും വിശേഷിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ? രാഷ്ട്രീയ വാർത്തകൾ ഒഴികെ എല്ലാ ജനകീയ വിഷയങ്ങളും, സാമൂഹ്യ വിഷയങ്ങളും, കലാസാംസ്കാരിക വിഷയങ്ങളും, സഭാ വാർത്തകളും ബ്രൈറ്റ് ന്യൂസ് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നതാണ്. ബ്രൈറ്റ് ന്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.